കാസർഗോഡ് അങ്കടിമുകളിൽ മുജാഹിദ് ബാലുശ്ശേരി സമസ്തക്ക് മറുപടി പറയവേ, സമസ്തക്കാർക്ക് അള്ളാഹുവിന്റെയും മുകളിലാണ് മഹാന്മാരെന്ന ഒരു പരാമർശം നടത്തിക്കൊണ്ട് അതിനൊരു ഉദാഹരണമായി കൊണ്ട് പകരബാപ്പുട്ടി മുസ്ലിയാർ മുമ്പ് നടത്തിയ ഒരു വിവാദ പരാമർശത്തെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അള്ളാഹു താല എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കാന്തപുരത്തോട് ചോദിക്കാതെ, അല്ലെങ്കിൽ കാന്തപുരം അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നടത്തുന്ന ഒരു പരാമർശം. എന്നാൽ അതൊരു പച്ചക്കളവാണ് എന്നും അങ്ങനെ പകരബാപ്പുട്ടി മുസ്ലിയാർ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിയാർ വെല്ലുവിളിച്ച് രംഗത്ത് വന്നത് കണ്ടു. പച്ചക്കളവ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അയാളെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്, മുജാഹിദിനോട് അദ്ദേഹം പറയുകയാണ്. മുജാഹിദുകൾക്ക് അത് മുജാഹിദ് ബാലുശ്ശേരിയെ കൊണ്ട് അത് കേൾപ്പിക്കാൻ വേണ്ടി ധൈര്യമുണ്ടോ? മുജാഹിദ് ബാലുശ്ശേരി അങ്ങനെ കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ തന്നെ കേൾപ്പിച്ചു തരാം. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല ഇവിടെ ജീവിച്ചു തോന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് മുജാഹിദ് ബാലുശ്ശേരിയും ആ പറഞ്ഞ ക്ലിപ്പാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അദ്ദേഹം പകരം ബാപ്പുട്ടി മുസ്ലിയാർ EK സമസ്തയിലടക്കം പല ആളുകളും ഇത് ചോദ്യം ചെയ്തപ്പോൾ ഉരുണ്ട് മറിഞ്ഞ് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. അത് ഇദ്ദേഹം അത് കാണിച്ചുകൊണ്ടാണ് പിന്നെ തറപ്പിച്ചും ഉറപ്പിച്ചും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പൊ ബലിപ്പാരിക്ക അള്ളാഹ്ക്കാണോ കാന്തപുരത്തിനാണോ? മുജാഹിദ് ബാലുശ്ശേരി കള്ളം പറഞ്ഞിട്ടില്ലടോ, മറിച്ച് നിന്റെ ചെവിക്ക് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. AP ഉസ്താദിനോട് ചോദിക്കാതെ അള്ളാഹു ഒന്നും ചെയ്യില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അള്ളാഹു ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോട് ചോദിക്കാതെ ഇവിടെ ഒന്നും ചെയ്യില്ല എന്ന് ഇയാൾ തറപ്പിച്ച് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം നിങ്ങൾ നോക്ക്. AP ഉസ്താദിനെ കുറിച്ച് എന്താണ് പകർ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പച്ചക്കളവ് അള്ളാന്റെ ദീന്റെ പേരിൽ വിളിച്ചു കൂട്ടിയ മജ്ലിസിൽ പറയാന് അദ്ദേഹം അത് ഉരുണ്ട് മറിഞ്ഞ് അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാ ഉദ്ദേശിച്ചത് എന്നൊക്കെ, അതിന് പല അർത്ഥവുമുണ്ട്, അതൊക്കെ ഞാനാണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കണ്ടെത്തിയ ഒരു ന്യായമാണ്. ഇവിടെ അള്ളാഹു താല എന്തെങ്കിലും ചെയ്യാണ് കാന്തപുരം അറിയാതെ ചെയ്യില്ല എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി ഒരു ഉദാഹരണമായി പറഞ്ഞതാണല്ലോ. ഇനി ഏതായാലും ഈ ചങ്ങായി വെല്ലുവിളിച്ച അവസ്ഥക്ക് നമുക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാം. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരാൻ റിഫായ് ഷെയ്ഖ് അള്ളാനെ വെല്ലുവിളിച്ച് 4 സ്വർഗം വേണിച്ച കഥ നിങ്ങളുടെ ചവർ ഗ്രന്ഥങ്ങളിലുള്ളതല്ലേ? തുടികൊട്ടി കഅബയെ തവാഫ് ചെയ്യാൻ ചെന്ന റിഫായ് ഷെയ്ഖിനോട് അള്ളാഹു കേണപേക്ഷിച്ചു എന്ന് പറയുന്ന കഥകൾ നിങ്ങളുടെ മാലപ്പാട്ടുകളിൽ ഉള്ളതല്ലേ? കുട്ടിയില്ലാത്ത ഷെയ്ഖിന്റെ മുരീദിന് കുട്ടിയെ കൊടുക്കാൻ അള്ളാഹുവിനോട് കൽപ്പിക്കുകയും അവർക്ക് കുട്ടിയില്ല എന്നറിയിച്ചപ്പോൾ 1 കൊടുക്കാനും പിന്നീട് 2 കൊടുക്കാനും പിന്നീട് 3 കൊടുക്കാനും അങ്ങനെ 7ഓളം വിൻഡോവർ എന്ന് പറഞ്ഞ് 7 കുട്ടിയെ അള്ളാഹുവിനോട് പിടിച്ചു വാങ്ങിക്കൊടുത്ത കഥ പറയുന്ന വരികളില്ലേ നിങ്ങളുടെ മാലയിൽ? അതുപോലെ ഷെയ്ഖിന്റെ മുരീദായ ഒരു പെണ്ണിന്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ അവരുടെ റൂഹ് തിരികെ കൊടുക്കാൻ പറയുകയും അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റൂഹ് പിടിക്കാൻ വന്ന മലക്കുകളോട് വാശി പിടിക്കുകയും അന്ന് പിടിച്ച റൂഹുകളൊക്കെയും തട്ടിക്കളയും ഒക്കെ ചെയ്ത ഒരു കഥ പറയുന്ന വരികളില്ലേ നിങ്ങളുടെ മാലപ്പാട്ടുകളിൽ? ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റും, നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ എഴുതി വെച്ചതും പാടി വെച്ചതും പറഞ്ഞു വെച്ചതുമായ കാര്യങ്ങൾ.